അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജിംസിയുടെ എലിക്കുട്ടി ആൻറ്റിയുടെ ബൈബിള് എഴുതിച്ചേർത്ത സന്തോഷത്തിൽ ഞങ്ങളിങ്ങനെ അഭിനന്ദിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാവർക്കും എൻ്റെ ജിംസി പ്രാർത്ഥിക്കുന്ന പ്രത്യേകം ഇതിനുകൂടി വേണ്ടി പ്രാർത്ഥിക്കും. ഈ പ്രായത്തിൽ അമ്മച്ചീനെ കൊണ്ട് ഇത് പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇത് പറ്റില്ല എന്നൊക്കെയാണ് എല്ലാവരും തന്നെ ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഡിറ്റർമിനേഷൻ തന്നെയാണിത്. ഈ അമ്മച്ചി ഇന്നും എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുന്ന അമ്മച്ചിയാണ്. എഴുതാനുള്ള പ്രോത്സാഹനം ഞങ്ങൾ എല്ലാവരും കൂടി അമ്മയ്ക്ക് നന്നായിട്ട് കൊടുത്ത് ലക്ഷ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പ്രായം പരിധിയല്ല എന്ന് തെളിയിച്ച വ്യക്തിയാണ് തൊടുപുഴ നാഗപ്പുഴ കിഴക്കാലയിൽ ഏലിക്കുട്ടി എന്ന 90 വയസ്സുള്ള അമ്മച്ചി. 90ാം ജന്മദിനത്തിൽ 3 വർഷത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ സ്വന്തം കൈപ്പടയിൽ ബൈബിൾ പൂർണ്ണമായി എഴുതി നാടിനെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് ഈ അമ്മച്ചി. അമ്മച്ചിയുടെ എഴുത്തിന്റെ പിന്നിലുള്ള കഥ കേൾക്കാം. എൻ്റെ പേര് ഏലിക്കുട്ടി തോമസ്, കിഴക്കാലായിൽ. എനിക്ക് 90 വയസ്സ്. ബൈബിള് 3 വർഷം കൊണ്ടാണ് ഞാൻ എഴുതിയത്. ആദ്യം പുതിയ നിയമം എഴുതി, മൂത്ത മകൾ എഴുതി. അവള് എഴുതി കഴിഞ്ഞപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കും എഴുതണമെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പഴയ നിയമം എഴുതി. 3 കൊല്ലം കൊണ്ടാണ് എഴുതി തീർത്തത്. അത് എഴുതി വരുമ്പോൾ എനിക്ക് നല്ല അനുഭവങ്ങളുണ്ടായി. എനിക്ക് വളരെ സന്തോഷമായിരുന്നു എഴുതുമ്പോൾ. എല്ലാരും ചോദിക്കും കണ്ണറിയാവോ. എനിക്ക് എഴുതാനുള്ള സന്തോഷം കൊണ്ട് എനിക്ക് കണ്ണാടി വെച്ച് ഞാൻ എഴുതി തീർക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ 3 വർഷം കൊണ്ട് എഴുതി തീർത്തത്. എന്റെ പേര് എലിസബത്ത് ജോബിൻ. ഇത് എന്റെ അനിയനാണ് ടോം ജോബിൻ. ഞങ്ങള് അമ്മച്ചിയുടെ ഇളയ മോന്റെ മക്കളാണ്. അപ്പം ഇവിടെ ഞങ്ങള് അപ്പ, അമ്മ, അമ്മച്ചി, ഞങ്ങള് ഇത്രയും പേരാണ് താമസിക്കുന്നത്. അപ്പം അമ്മച്ചി ബൈബിള് എഴുതണം എന്ന് ആദ്യം പറഞ്ഞപ്പം നമ്മൾ ഈ ഇടവകകളില് ഒരിടയ്ക്ക് പറഞ്ഞായിരുന്നു രൂപതയിൽ ഇങ്ങനെ സുവിശേഷം മാത്രം എഴുതുന്ന ഒരു ഇത്. അപ്പം അമ്മച്ചിയുടെ മൂത്ത മോളെയമ്മ ആദ്യം എഴുതി. അപ്പൊ അമ്മച്ചിക്ക് അത് കണ്ടപ്പം എഴുതണം എന്ന് തോന്നി. അമ്മച്ചി അങ്ങനെ ആ സുവിശേഷം മാത്രമാണ് എഴുതാൻ തുടങ്ങിയത്. അപ്പം അതിന്റെ ഒപ്പം തന്നെ ഇത്ര എഴുതിയപ്പോ ബാക്കി ഇങ്ങനെ എഴുതിയേക്കാം എന്നൊരു ചിന്ത വന്നു. അപ്പൊ അതിന് വലിയ ആന്റി, ഞങ്ങൾ പറയുന്ന സിസ്റ്റർ ആന്റി വന്ന് തുടക്കം കുറിച്ചു. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ അമ്മയുടെ അമ്മ മമ്മി ബൈബിൾ എഴുതിയായിരുന്നു. അപ്പൊ മമ്മി കുറച്ചുകൂടെ, അമ്മച്ചിക്ക് ഇപ്പൊ ഇടയ്ക്ക് സർജറി, അതിന് കുറച്ച് ക്ഷീണങ്ങൾ, പ്രായത്തിൻ്റെതായ കുറച്ച് ക്ഷീണങ്ങളൊക്കെ വന്നപ്പം എഴുതാൻ പറ്റാത്ത സാഹചര്യം വന്നു. പക്ഷെ മമ്മി എഴുതി 1.5 വർഷം കൊണ്ട് തന്നെ മമ്മി അത് ബൈബിള് എഴുതി പൂർത്തിയാക്കി. അതിങ്ങനെയും കണ്ടപ്പം അമ്മച്ചി ഉറപ്പ് പറഞ്ഞു ഞാനും എഴുതി തീർക്കും. അപ്പൊ ഞങ്ങൾക്ക് ഒരു പ്രത്യേക സന്തോഷം എന്താന്ന് പറഞ്ഞാൽ 2 അമ്മച്ചിമാരും, അതായത് പപ്പയുടെ അമ്മയും അമ്മയുടെ അമ്മയും രണ്ടുപേരും സമ്പൂർണ്ണ ബൈബിൾ എഴുതി പൂർത്തിയാക്കിയവർ തന്നെയാണ്. അപ്പൊ അമ്മച്ചിക്ക് ഇരട്ടി മധുരം എന്ന് പറയുന്നത് 90ാം വയസ്സിൽ. ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ബൈബിള് പ്രസിദ്ധീകരിച്ചത്. ഞാൻ നാഗപ്പുഴ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെ വികാരിയച്ഛനാണ്. ഫാദർ പോൾ നെടുമ്പുറത്ത്. ഈ ഇടവകയില് നവതി ആഘോഷിക്കുന്ന ഒരു അമ്മച്ചി ഏലിക്കുട്ടി കിഴക്കാലായിൽ ബൈബിൾ ആദ്യന്തം പകർത്തി എഴുതി അത് നവതി ആഘോഷത്തിന്റെ അവസരത്തിൽ പ്രകാശനം ചെയ്തു എന്നത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് പൊതുജന ശ്രദ്ധ ആർജിക്കുകയുണ്ടായി. ഈ അമ്മച്ചി ഇന്നും എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുന്ന അമ്മച്ചിയാണ്. വളരെ ആരോഗ്യത്തോടുകൂടി നല്ല മനസാന്നിധ്യത്തോടുകൂടി ജീവിക്കുകയും പ്രാർത്ഥനകളിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന അമ്മച്ചി തൻ്റെ സ്ഥിരോത്സാഹം കൊണ്ടാണ് ഈ ബൈബിൾ പകർത്തിയെടുത്ത് പൂർത്തിയാക്കിയത്. ഇത് എഴുതാനായിട്ട് 28 ബുക്ക് മേടിച്ചു. 28 ബുക്കും കുറെ പേനകളും മക്കള് ജോലി മേടിച്ചുകൊണ്ട് തന്നു. പിള്ളേരാണെങ്കിലും സഹായിച്ചു. അവർക്ക് എല്ലാവർക്കും സന്തോഷം. അമ്മച്ചി എഴുതി തീർക്കും പറഞ്ഞോണ്ട് എഴുതി തീർക്കണമെന്ന് ഓർത്തോണ്ട് എനിക്കും വലിയ സന്തോഷമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചോണ്ടാ എഴുതാനിരിക്കുള്ളൂ. ഇത് എഴുതാൻ ഇത്രയും താമസിച്ച് എന്റെ കണ്ണ് ഓപ്പറേഷത്തിന് പോകേണ്ടി വന്നു. അപ്പൊ 3 മാസത്തേക്ക് ഒഴിവെടുത്തു. അതുകൊണ്ട് ഇത്രയും താമസിച്ച് എഴുതാൻ പറ്റിയത്. എൻ്റെ പേര് ജെയിംസ്.
അമ്മയുടെ മൂത്ത മകനാണ്. അമ്മ ഇത് എഴുതാനുള്ള പ്രോത്സാഹനം ഞങ്ങൾ എല്ലാവരും കൂടി അമ്മയ്ക്ക് നന്നായിട്ട് കൊടുത്ത് അമ്മ നിരന്തരം പരിശ്രമം കൊണ്ട് 3 വർഷം കൂടിയാണ് എഴുതി തീർത്തു. അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് തിമിരത്തിൻ്റെ ഒരു ഓപ്പറേഷൻ്റെ താമസം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇത് ആദ്യം പൂർത്തീകരിക്കുമെന്ന് അമ്മയ്ക്ക് തന്നെ ഒരു സംശയമായിരുന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു, സിസ്റ്റമായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു, അച്ഛന്മാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്രായമായവരും വരുന്ന സിസ്റ്റർമാരും ഞങ്ങളുടെ സ്വന്തക്കാർ സിസ്റ്റർമാരുണ്ട്, പിന്നെ പെങ്ങളുടെ മക്കള് സിസ്റ്ററുണ്ട്. ഇവരുടെ എല്ലാം പ്രോത്സാഹനം കൂടെ പോയപ്പോൾ അമ്മയ്ക്ക് ഒരു എഴുതാനുള്ളൊരു ഉത്സാഹം ആയി. പിന്നെ അമ്മയ്ക്ക് അത് പൂർത്തീകരിക്കണം എന്നുള്ള ഇത് തോന്നി. അങ്ങനെ 3 വർഷം എടുത്തെങ്കിലും അമ്മ അത് പൂർത്തീകരിച്ച് അമ്മയ്ക്കും ഞങ്ങൾക്കും എല്ലാം വളരെ സന്തോഷമായി. ഇത് നോക്കുമ്പോ തന്നെ എത്ര പേജ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും പേജ് ഒരാളിരുന്ന് എഴുതുക എന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പൊ ആദ്യത്തെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കുറച്ച് നമുക്ക് മനസ്സിലാവില്ലാത്ത പോലെ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ഹാൻഡ് റൈറ്റിംഗ് വെച്ചാൽ എഴുത്തിലും സ്പീഡ് വന്നു. അതൊക്കെ അമ്മച്ചി എനിക്കത് തീർക്കണം എന്നുള്ള ഒറ്റൊരു ആഗ്രഹം കൊണ്ടാണ് ചെയ്തത്. ഈശോയുടെ കൃപ ഒരുപാടുണ്ട്. തൻ്റെ ഒരു മകൾ ഇങ്ങനെ ഒരു സംരംഭത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ട അമ്മച്ചി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സംരംഭത്തിന് മുതിർന്നത് എന്ന് എന്നോട് പറയുകയുണ്ടായി. ഇവിടുത്തെ മരുമോളുടെ ആന്റി ഒരു സിസ്റ്ററാ. അത് ആദ്യമായിട്ട് ഉൽപ്പത്തി മുതൽ ആ സിസ്റ്ററാണ് എഴുതി എൻ്റെ പേരും വെച്ച് ഇത്രാം തീയതി മുതൽ എഴുതിയെന്നും പറഞ്ഞ് എനിക്ക് എഴുതി തന്ന് പുള്ളിക്കാരിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. മുഴുവനും എഴുതിയെന്ന് അറിഞ്ഞപ്പം ആ മടത്തിന്ന് എനിക്ക് തന്ന ഒരു കുരിശുരൂപമാണ് സമ്മാനമായിട്ട്. ബുക്കിൽ എഴുതിയ കാരണം പുസ്തകമാക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞോണ്ടിരുന്നു. ഞാൻ ഇത്രയ്ക്ക് ഓർത്തോണ്ടല്ല ബുക്കിൽ എഴുതി തീർക്കണം എന്നുള്ളത് വെച്ചാൽ ബുക്കിൽ എഴുതി തീർത്തു. അപ്പൊ എല്ലാവരും പറഞ്ഞ് ബുക്കിലാണെങ്കിലും എഴുതി ബുക്കാക്കി തരാന്ന് പറഞ്ഞ് അത് ബുക്കാക്കി തന്നു. അത് ഭയങ്കര സന്തോഷമായി പോയി. ഞാൻ 2 പ്രാവശ്യം ബൈബിള് വായിച്ചായിരുന്നുവെങ്കിലും എനിക്ക് ഇത് എഴുതിയ പിന്നെയാണ് ഒത്തിരി സന്തോഷം വന്നത്. ഇപ്പം നാവപ്പുഴ മാതാവിന്റെ അടുത്ത് എന്നും അമ്മച്ചീനെയും കൊണ്ട് പറ്റിയ അമ്മച്ചി പള്ളിയിൽ പോയിരിക്കും. അത് ഇപ്പം രാവിലെ ഞാനോ ഇവരോ എണീക്കാൻ മടിയായിട്ട് കിടക്കുക. ഞാൻ വാതിലെ മുട്ടി എണീക്ക് എന്നെ ഒന്ന് കൊണ്ടുവിടെന്ന് പറഞ്ഞ് അമ്മച്ചി പള്ളിയിൽ പോയിരിക്കും. ഈ പ്രായത്തിൽ അമ്മച്ചീനെയും കൊണ്ട് ഇത് പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇത് പറ്റില്ല എന്നൊക്കെയാണ് എല്ലാവരും തന്നെ ചോദിക്കുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അമ്മച്ചിയുടെ ഒരു ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഡിറ്റർമിനേഷൻ തന്നെയാണിത്. ഏതായാലും അമ്മച്ചിയുടെ ഈ പ്രവൃത്തിയെ മക്കളെല്ലാവരും എന്നും പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ ഒരു ആഘോഷം തന്നെ നടത്തുകയും ചെയ്തു എന്നത് വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ്. ഞാനിവിടെ നമ്മുടെ ഏലിക്കുട്ടി വെല്ലുമിച്ചിയെ കാണാൻ വേണ്ടി വന്നതാണ്. വെല്ലുമിച്ചിക്ക് നവതി 90 വയസ്സ് തികഞ്ഞതിന്റെ സന്തോഷം പങ്കിടുന്നു. അതിനേക്കാളെല്ലാം അപ്പുറം എനിക്ക് വെല്ലുമിച്ചിയെ കാണാൻ തോന്നിയത് ഇത് വെല്ലുമിച്ചി കൈപ്പടയിൽ എഴുതിയ ബൈബിളാണ് ഈ കാണുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഉള്ള മുഴുവൻ അധ്യായങ്ങളും വെല്ലുമിച്ചി തന്നെ സ്വന്തമായി കൈപ്പടയിൽ എഴുതിയ ബുക്ക് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൈബിളാണ് ഇത്. അപ്പോൾ വെല്ലുമിച്ചി ഇത് എഴുതി തീർക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. വെല്ലുമിച്ചി അത് എഴുതി തീർത്ത സന്തോഷത്തിലാണ്. സ്വാഭാവികമായിട്ടും എനിക്കും വലിയൊരു അനുഭവം തോന്നി. ആദ്യം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ നമുക്ക് മുഴുവൻ വായിച്ചു തന്നെ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വെല്ലുമിച്ചിയുടെ ഏലിക്കുട്ടി ആന്റിയുടെ ബൈബിള് എഴുതി തീർത്ത സന്തോഷത്തിൽ ഞങ്ങളിങ്ങനെ അഭിനന്ദിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാവർക്കും വേണ്ടി അപ്പോൾ വെല്ലുമിച്ചി പ്രാർത്ഥിക്കുന്ന പ്രത്യേകം ഇതിനുകൂടി വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കിഴക്കാലായിൽ കുടുംബം പ്രശസ്തമായ ഏഴാനിക്കാട്ട് കുടുംബത്തിന്റെ ഒരു ശാഖയാണ്. ഏഴാനിക്കാട്ട് യാക്കോബ് മൽപ്പാനച്ചനാണ് ഇവിടെ 1766 ഇപ്പോഴത്തെ സ്ഥലത്ത് പള്ളി നിർമ്മിക്കുന്നതിനൊക്കെ മുൻകൈയെടുത്തത്. ആ കുടുംബത്തിലെ ഒരു വിശ്വാസ സാഹചര്യങ്ങളെല്ലാം അമ്മച്ചിക്കും പങ്കുവെച്ചെടുക്കാൻ കഴിഞ്ഞു. അത് ബൈബിളിൽ പകർത്തി എഴുതുന്നതിനോടത്തോളം എത്തിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷത്തോടെ ഞാൻ കാണുകയാണ്. കുടുംബാംഗങ്ങളോടൊപ്പം ആ അഭിമാനത്തിൽ പങ്കുചേരുകയും അമ്മച്ചിക്ക് ആയുരാരോഗ്യങ്ങൾ നേരുകയും ഇനിയും
ഇതുപോലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ, സംരംഭങ്ങൾ പൂർത്തീകരിക്കാൻ അമ്മച്ചിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.